വൻ വിലക്കുറവിനൊപ്പം നേടൂ കൈനിറയ സമ്മാനങ്ങളും. ഓരോ പർച്ചേസിനൊപ്പവും നേടാം സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. എല്ലാ കൂപ്പണുകളിലും ഉറപ്പായ സമ്മാനങ്ങൾ. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി. പട്ടാമ്പിയിൽ UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ TP ഷാജി മത്സരിക്കും. മാരത്തോൺ ചർച്ചകൾക്ക് ശേഷമാണ് പട്ടാമ്പി സ്ഥാനാർത്ഥിയുടെ പേര് കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടത്. നിലവിലെ നഗരസഭാ ചെയർമാനാണ് TP ഷാജി. കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റിലാണ് പട്ടാമ്പി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി TP ഷാജിയുടെ പേര് പുറത്തുവിട്ടത്. നിലവിൽ നഗരസഭാ ചെയർമാനാണ് TP ഷാജി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയായിരുന്നു TP ഷാജിയുടെ രാഷ്ട്രീയ പ്രവേശനം. യൂത്ത് കോൺഗ്രസ് നേതാവായും KPCC നിർവാഹക സമിതി അംഗമായുമെല്ലാം TP ഷാജി പ്രവർത്തിച്ചിട്ടുണ്ട്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, നഗരസഭാ കൗൺസിലർ, വൈസ് ചെയർമാൻ തുടങ്ങിയ പദവികളും വഹിച്ചു. 5 വർഷം മുമ്പാണ് പാർട്ടി വിട്ട് B4 മുന്നണി രൂപീകരിക്കുകയും LDF-നൊപ്പം ചേർന്ന് പട്ടാമ്പി നഗരസഭാ ഭരണം പിടിച്ചെടുത്ത് വൈസ് ചെയർമാനുമായത്. 5 വർഷത്തിനു ശേഷം വീണ്ടും കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് നഷ്ടപ്പെട്ട നഗരസഭാ ഭരണം തിരിച്ചു പിടിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TP ഷാജിയുടെയും KPCC അംഗം റിയാസ് മുക്കോളുടെയും പേരുകളാണ് നേതൃത്വത്തിന് മുന്നിൽ എത്തിയത്. ഇതിൽ TP ഷാജിയെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതൃത്വം നിശ്ചയിക്കുകയായിരുന്നു. UDF-ന് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചു പിടിക്കുകയാണ് ലക്ഷ്യമെന്നും UDF ഒറ്റക്കെട്ടായി തന്നെ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും സ്ഥാനാർത്ഥി TP ഷാജി പ്രതികരിച്ചു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംസ്ഥാന ജില്ലാ നേതൃത്വത്തെ ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചില അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമായി മാറി നിൽക്കുകയും B4 പട്ടാമ്പി എന്ന സംഘടന രൂപീകരിച്ച് 5 വർഷക്കാലം പട്ടാമ്പിയുടെ ഭരണത്തിന്റെ ഭാഗമായി അന്ന് പ്രവർത്തിച്ചു. പിന്നീട് പാർട്ടി തിരിച്ചെത്താൻ ആവശ്യപ്പെടുകയും മുഴുവൻ പ്രവർത്തകരെയും കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയ സമയത്ത് അന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കൾ ഉത്തരവാദിത്തം ഏൽപ്പിച്ചതാണ്, ഒന്ന് പട്ടാമ്പി നഗരസഭാ ഭരണം തിരിച്ചു പിടിക്കുക, അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായി നഷ്ടപ്പെട്ട പട്ടാമ്പി നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ ഒരു ദൗത്യം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി നഗരസഭാ ഭരണം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ സാധിച്ചു. ഇനി അടുത്ത ദൗത്യം എന്ന് പറയുന്നത് ഈ നിയോജക മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു MLA ഉണ്ടാക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ആ MLA-യുടെ പിന്തുണയോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം കേരളത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനാവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രമല്ല, വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം നിലവിലുണ്ട്. പട്ടാമ്പിയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. കേരളത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരാണ്. അപ്പൊ ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. അതുവഴി വലിയൊരു ഭൂരിപക്ഷം പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകും. അതിന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ജനങ്ങളുടെയും ആത്മാർത്ഥമായ പിന്തുണ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.